ഹായ് ഫ്രണ്ട്സ്, മാധുരം കിച്ചൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മസാല മെക്കറോണി പാസ്ത. വരൂ, എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ആദ്യം നമ്മൾ കുറച്ച് വെള്ളം എടുത്ത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന 250 ഗ്രാം മെക്കറോണി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് നമുക്ക് ബോയിൽ ചെയ്തെടുക്കണം. ആദ്യം തന്നെ ഞാനിതിലേക്ക് ഉപ്പ് ഇടുന്നില്ല. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ മസാലയിൽ നമ്മൾ ഉപ്പ് ചേർത്തും, അതിനനുസരിച്ച് നോക്കാം. ഇതൊരു 7 മിനിറ്റ്സ് ബോയിൽ ചെയ്തെടുക്കണം. അതിനുശേഷം അത് നമ്മളൊരു നോർമൽ വെള്ളത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. എന്നിട്ട് നമ്മളത് ഊറ്റാൻ വയ്ക്കുന്നുണ്ട്. അത് നല്ലപോലെ എടുത്ത വെള്ളമെല്ലാം പോകണം. അതിനുശേഷം നമുക്കിവിടെ മസാല തയ്യാറാക്കാം. അതിലേക്ക് പാനിലേക്ക് വന്ന് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. ഇത് വെജിറ്റബിൾ ഓയിലാണ്. അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി, ഒരു വലിയ ഉള്ളി എല്ലാം തന്നെ നല്ലപോലെ വഴറ്റി കൊടുക്കാം. എരിവിനുള്ള ഒരു പച്ചമുളക്, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു 3 തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട് ഞാനിവിടെ. അതും നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം തന്നെ നല്ലപോലെ വഴറ്റി ഉള്ളിയും തക്കാളിയും നല്ലപോലെ പേസ്റ്റ് ആവണം. അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ്, കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അതൊരു 1.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, എല്ലാം തന്നെ ഇളക്കി യോജിപ്പിച്ച് നമുക്കത് നല്ലപോലെ വേവിക്കാൻ വയ്ക്കാം. ഉള്ളിയും തക്കാളിയും നല്ല പേസ്റ്റ് ആവണം. അതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയില ചേർത്തി കൊടുക്കാം. ഇവിടെ നമ്മൾക്ക് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് മസാല. നോക്കൂ, അതിൻ്റെ എണ്ണയെല്ലാം നല്ലപോലെ പുറത്ത് വന്ന് മസാല നമുക്ക് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്. ഇതെല്ലാം തന്നെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചാണ് ഞാനിവിടെ ഇന്ന് തയ്യാറാക്കുന്നത്. ഒന്നും തന്നെ എക്സ്ട്രാ ആഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. നമ്മുടെ കുട്ടികൾക്കായാലും വലിയവർക്കായാലും എല്ലാവർക്കും നല്ലപോലെ ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇതവിടെ മസാല തയ്യാറാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മക്രോണി പാസ്ത ചേർത്തി കൊടുക്കാം. നമ്മളെല്ലാം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. എല്ലാം നല്ലപോലെ ഇളക്കി ഞാൻ യോജിപ്പിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് ബട്ടറും ചീസും കൂടി ഇട്ട് കൊടുക്കാം. വളരെ ഹെൽത്തിയാണ് കുട്ടികൾക്ക് ഇതെല്ലാം. അതുകൊണ്ട് ഈസിയായ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. നോക്കൂ, നമ്മുടെ മെക്കറോണി മസാല പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത്, ഷെയർ ചെയ്ത്, ലൈക്ക് ചെയ്ത്, കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.